ولا تتمنوا ما فضل الله به بعضكم على بعض للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبن واسألوا الله من فضله إن الله كان بكل شيء عليما. അള്ളാഹു നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ കൂടുതലായി നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ പരസ്പരം കൊതികൊള്ളാതിരിക്കുവിൻ. പുരുഷന്മാർ സമ്പാദിച്ചതനുസരിച്ച വിഹിതം അവർക്കുണ്ട്, സ്ത്രീകൾ സമ്പാദിച്ചു വെച്ചതനുസരിച്ച വിഹിതം അവർക്കുമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് അവന്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ടേയിരിക്കുക. നിശ്ചയം അള്ളാഹു സർവ്വസംഗതികളിലും അഭിജ്ഞനാകുന്നു. സുപ്രധാനമായ ഒരു ധാർമ്മിക നിർദ്ദേശമാണ് ഈ സൂക്തത്തിലടങ്ങിയിരിക്കുന്നത്. ഇത് മാനിക്കുന്ന പക്ഷം സാമൂഹിക ജീവിതത്തിന് വലിയ സ്വൈര്യവും ശാന്തിയും കൈവരുത്താൻ കഴിയും. മനുഷ്യരെയെല്ലാം ഒരേ തരത്തിലല്ല ദൈവം സൃഷ്ടിച്ചത്. അവർക്കിടയിൽ അസംഖ്യം അന്തരങ്ങളും വൈവിധ്യങ്ങളുമുണ്ട്. ഒരുത്തൻ സുന്ദരനാണെങ്കിൽ മറ്റൊരുത്തൻ വിരൂപനാണ്. ഒരുവന്റെ ശബ്ദം ശ്രുതിമധുരമെങ്കിൽ അപരന്റേത് കർണകഠോരമാണ്. ശരീരഘടനയിൽ ഒരാൾ പ്രബലനാണെങ്കിൽ മറ്റൊരാൾ ദുർബലനാണ്. ചിലർ വികലാംഗരാണ്. ശാരീരികവും മാനസികവുമായ കഴിവിൽ ഒരാൾ മുമ്പനാണെങ്കിൽ വേറൊരാൾക്ക് ലഭിച്ചിരിക്കുന്നത് മറ്റൊരു കഴിവാണ്. ചിലർ അനുകൂല പരിതസ്ഥിതിയിൽ ജനിക്കുമ്പോൾ മറ്റു ചിലർ പ്രതികൂല പരിതസ്ഥിതിയിൽ ജനിക്കുന്നു. ചിലർക്ക് കൂടുതൽ വിഭവങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ചിലർക്ക് കുറച്ച് നൽകപ്പെട്ടിരിക്കുന്നു. ഇത്തരം വ്യത്യാസങ്ങളിലാണ് നാഗരികതയുടെ വൈവിധ്യം സ്ഥിതി ചെയ്യുന്നത്. കേവല യുക്തിയുടെ ആവശ്യമാണിത്. ഈ വൈവിധ്യത്തെ അതിന്റെ സ്വാഭാവികമായ അതിർത്തികളിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കൃത്രിമമായ വിവേചനങ്ങളും ഉച്ചനീചത്വങ്ങളും വളർത്തിയെടുക്കുന്നിടത്ത് ഒരു തരത്തിലുള്ള കുഴപ്പം തലപൊക്കുന്നു. ഈ സ്വാഭാവിക വൈവിധ്യത്തെപ്പോലും ഇല്ലായ്മ ചെയ്യേണ്ടതിനായി മനുഷ്യർ പ്രകൃതിയോട് പൊരുതുന്നിടത്ത് മറ്റൊരു തരത്തിലുള്ള കുഴപ്പം നടമാടുന്നു. അതിനാൽ സ്വാഭാവികമായ അസമത്വങ്ങളോട് കയർക്കാതെയും കൃത്രിമ അസമത്വങ്ങൾ സൃഷ്ടിക്കാതെയും മധ്യനിലയിൽ വർത്തിക്കുന്നതിലാണ് മനുഷ്യ സമുദായത്തിന്റെ രക്ഷ. ഏതെങ്കിലും ഒരു നിലയിൽ തന്നെക്കാൾ മേന്മയും ഉത്കർഷവുമുള്ള ഒരാളെ കാണുമ്പോൾ അസ്വസ്ഥനാവുകയെന്ന അനാശാസ്യ സ്വഭാവത്തിൽ നിന്നാണ് സാമൂഹിക ജീവിതത്തിൽ അസൂയ, ശത്രുത, വിദ്വേഷം, സംഘർഷം മുതലായവ ജന്മമെടുക്കുന്നത്. തുടർന്ന് തനിക്ക് ന്യായമാർഗേണ ലഭിക്കാത്ത മേന്മ കരസ്ഥമാക്കാൻ മനുഷ്യൻ അന്യായ മാർഗങ്ങൾ അവലംബിക്കുകയായി. അതിനാൽ ഈ മനോഭാവം കൈവെടിയേണ്ടത് മനുഷ്യന്റെ നാഗരികതയുടെയും സാമൂഹിക ഭദ്രതയുടെയും ഒരാവശ്യമത്രേ. അതാണ് പ്രകൃതവചനത്തിൽ അള്ളാഹു നിർദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്ക് ദൈവദത്തമായി കിട്ടിയ ഉത്കർഷത്തെയും മേന്മയെയും കാമിക്കരുത്. മേന്മയും ഉത്കർഷവും അള്ളാഹുവോട് ചോദിക്കുക. അവന്റെ ജ്ഞാനവും യുക്തിയുമനുസരിച്ച് നിങ്ങൾക്കുചിതമായ മേന്മ അവൻ നൽകുന്നതാണ്. പുരുഷന്മാർ സമ്പാദിച്ചതിന് തുല്യമായ വിഹിതം അവർക്കുണ്ട്, സ്ത്രീകൾ സമ്പാദിച്ചതിന് തുല്യമായ വിഹിതം അവർക്കുമുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാകുന്നു: പുരുഷന്മാരാകട്ടെ സ്ത്രീകളാവട്ടെ തങ്ങൾക്ക് ദൈവദത്തമായുള്ള കഴിവുകളും യോഗ്യതകളും ഉപയോഗപ്പെടുത്തി നേടിയെടുക്കുന്ന നന്മ തിന്മകളുടെ തോതും ഇനവും അനുസരിച്ചായിരിക്കും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. മറ്റൊരു വിധം പറഞ്ഞാൽ, എത്ര കണ്ട് ഏത് തരത്തിലുള്ള നന്മ അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നുവോ അത്ര കണ്ട് അതേ തരത്തിലുള്ള നന്മ തിന്മകൾ പ്രതിഫലമായി ലഭിക്കുന്നതാണ്. وَلِكُلٍّ جَعَلْنَا مَوَالِيَ مِمَّا تَرَكَ الْوَالِدَانِ وَالْأَقْرَبُونَ وَالَّذِينَ عَقَدَتْ أَيْمَانُكُمْ فَآتُوهُمْ نَصِيبَهُمْ إِنَّ اللَّهَ كَانَ عَلَى كُلِّ شَيْءٍ شَهِيدًا. മാതാപിതാക്കളും ഉറ്റവരും വിട്ടുപോകുന്ന എല്ലാ ദായധനത്തിലും നാം അനന്തരാവകാശികളെ നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അവരുടെ വിഹിതം കൊടുത്തേക്കുക. നിശ്ചയം അള്ളാഹു സകല സംഗതികളും കണ്ടുകൊണ്ടിരിക്കുന്നവനാകുന്നു. അറബികൾക്കിടയിൽ നടപ്പുണ്ടായിരുന്ന ചില സമ്പ്രദായത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ സൂക്തം. വ്യക്തികൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും സാഹോദര്യത്തിന്റെയും സഖ്യത്തിന്റെയും ഉടമ്പടി നടത്തുകയും അനന്തരസ്വത്തിൽ പരസ്പരം പങ്കാളികളാക്കുകയും ചെയ്യുന്നത് അവർക്കിടയിൽ പതിവായിരുന്നു. അതേപ്രകാരം ദത്തുപുത്രന് വളർത്തുപിതാവിന്റെ സ്വത്തിൽ പിന്തുടർച്ചാവകാശം നൽകിയിരുന്നു. അനിസ്ലാമിക കാലത്തെ ഇത്തരം സമ്പ്രദായങ്ങളെ റദ്ദു ചെയ്ത് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്: പിന്തുടർച്ചാവകാശത്തിന് അർഹരായവർ ആരൊക്കെയെന്ന് നാം നിശ്ചയിച്ചു കഴിഞ്ഞു.
അതവർക്ക് തന്നെ വീതിച്ചു കൊടുക്കണം. എന്നാൽ നിങ്ങൾ സഖ്യം സ്ഥാപിച്ചവർക്ക് നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊടുത്തുകൊള്ളുക. അനന്തരസ്വത്തിൽ അവർക്ക് അവകാശമില്ല. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. പുരുഷന്മാർ സ്ത്രീകളുടെ പരിപാലകരാകുന്നു. അല്ലാഹു അവരിൽ ചിലരെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാക്കിയിട്ടുള്ളതുകൊണ്ടും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിക്കുന്നതുകൊണ്ടുമാകുന്നു അത്. അതിനാൽ നല്ലവരായ വനിതകൾ അനുസരണശീലരാകുന്നു. പുരുഷന്മാരുടെ അഭാവത്തിൽ അല്ലാഹുവിന്റെ മേൽനോട്ടത്തിലും സംരക്ഷണത്തിലും ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കുന്നവരുമാകുന്നു. ഭാര്യമാർ അനുസരണക്കേട് കാട്ടുമെന്ന് ആശങ്കിക്കുമ്പോൾ നിങ്ങൾ അവരെ സതുപദേശം ചെയ്യുക. കിടപ്പറകളിൽ പിരിഞ്ഞിരിക്കുക, അടിക്കുക. അങ്ങനെ അനുസരണമുള്ളവരായി തീർന്നാൽ പിന്നെ അവരെ ദ്രോഹിക്കാൻ ന്യായം തേടാവതല്ല. മീതെ അത്യുന്നതനും വലിയവനുമായ അല്ലാഹുവുണ്ടെന്ന് ഓർത്തിരിക്കുക. ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ സംഘടനയുടെയോ കാര്യങ്ങൾ നല്ല നിലയ്ക്ക് കൊണ്ടു നടത്താനും മേൽനോട്ടം വഹിക്കാനും അതിനാവശ്യമായത് സജ്ജീകരിക്കാനും ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് അറബിയിൽ ഖവ്വാം അല്ലെങ്കിൽ ഖയ്യീം എന്നാണ് പറയുന്നത്. സ്ത്രീ വിഭാഗത്തിന് നൽകാത്തതോ കുറച്ചു നൽകിയതോ ആയ ചില സവിശേഷതകളും യോഗ്യതകളും അല്ലാഹു പുരുഷ വിഭാഗത്തിന് നൽകിയിരിക്കുന്നു. അതിനാൽ കുടുംബജീവിതത്തിൽ നായകത്വ പദവിക്കർഹൻ പുരുഷൻ തന്നെയാകുന്നു. പുരുഷന്റെ മേൽനോട്ടത്തിനും സംരക്ഷണത്തിനും കീഴിൽ അനുസരണത്തോടെ വർത്തിക്കാൻ പാകത്തിലാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത്. പ്രകൃതിപരമായ ഈ യോഗ്യതാ വ്യത്യാസത്തെയാണ് ഇവിടെ ശ്രേഷ്ഠരാക്കി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർക്ക് കൂടുതൽ മാന്യതയും മഹത്വവും അന്തസ്സും നൽകി എന്ന അർത്ഥത്തിലല്ല. സ്വാലിഹാത്ത് ആയ വനിതകളെക്കുറിച്ച് ഒരു നബിവചനത്തിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്: കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സന്തുഷ്ടിയേകുന്ന, നിങ്ങൾ കൽപ്പിക്കുമ്പോൾ അനുസരിക്കുന്ന, നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളുടെ ധനവും സ്വന്തം ദേഹവും കാത്തുസൂക്ഷിക്കുന്ന സ്ത്രീയാണ് ഉത്തമ പത്നി. ഈ നബിവചനം പ്രസ്തുത ഖുർആൻ സൂക്തത്തിന്റെ ഏറ്റവും നല്ല വ്യാഖ്യാനമത്രേ. എന്നാൽ ഇവിടെ ഒരു സംഗതി പ്രത്യേകം ശ്രദ്ധേയമാണ്. ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നതിനേക്കാൾ സ്രഷ്ടാവിനെ അനുസരിക്കുന്നതിന് പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട്. സ്രഷ്ടാവിനെ ധിക്കരിച്ച് സൃഷ്ടിക്ക് അനുസരണമില്ല. അതിനാൽ സ്രഷ്ടാവിന് വിപരീതമായി പ്രവർത്തിക്കാനോ അവന്റെ നിർബന്ധ കൽപ്പനകളിൽ വല്ലതിനെയും നിരാകരിക്കാനോ ഭർത്താവ് കൽപ്പിച്ചാൽ ഭാര്യ അതനുസരിക്കരുത്. അതനുസരിക്കുന്ന പക്ഷം അവൾ കുറ്റക്കാരിയായി തീരും. എന്നാൽ സുന്നത്ത് നമസ്കാരം, സുന്നത്ത് നോമ്പ് മുതലായ കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ ഭർത്താവ് നിർബന്ധിച്ചാൽ അതിന് വഴങ്ങേണ്ടതാണ്. ഭർത്താവിനെ ധിക്കരിച്ച് സുന്നത്തുകൾ നിർവഹിച്ചാൽ സ്വീകാര്യമാവുകയില്ല. അനുസരണമില്ലാത്ത സ്ത്രീകളോട് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞ ഈ 3 കാര്യങ്ങളും ഒരേ അവസരത്തിൽ ചെയ്യണമെന്നുദ്ദേശമില്ല. മറിച്ച് അനുസരണക്കേടിന്റെ തോതനുസരിച്ച് 3 നടപടികളിൽ ഏതെങ്കിലും ഒന്ന് യുക്തം പോലെ സ്വീകരിക്കാമെന്ന വിവക്ഷയേയുള്ളൂ. ലഘുവായ നടപടി കൊണ്ട് പരിഷ്കരണം സാധ്യമാണെങ്കിൽ അവിടെ കഠിന നടപടികളൊന്നും സ്വീകരിക്കരുത്. ഭാര്യയെ പ്രഹരിക്കാൻ വല്ലപ്പോഴും തിരുമേനി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗത്യന്തരമില്ലാത്ത സന്ദർഭത്തിൽ മനമില്ലാ മനസ്സോടെ മാത്രമാകുന്നു. എന്നിട്ടും അതിൽ അഹിതം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിരുന്നാലും ചില സ്ത്രീകൾ പ്രഹരം കൊണ്ടല്ലാതെ നന്നാവുകയില്ല. അങ്ങനെ വരുമ്പോൾ മുഖത്തടിക്കരുതെന്നും നിർദ്ദയം അടിക്കരുതെന്നും ശരീരത്തിൽ പാട് അവശേഷിക്കുന്ന വിധത്തിൽ അടിക്കരുതെന്നും തിരുമേനി കൽപ്പിച്ചിരിക്കുന്നു. وَإِنْ خِفْتُمْ شِقَاقَ بَيْنِهِمَا فَابْعَثُوا حَكَمًا مِّنْ أَهْلِهِ وَحَكَمًا مِّنْ أَهْلِهَا
فبعثوا حكما من أهله وحكما من أهلها إن يريدا إصلاحا يوفق الله بينهما إن الله كان عليما خبيرا. വധൂവരന്മാരുടെ ബന്ധം തകരുന്നുവെന്ന് ആശങ്കയുണ്ടായാൽ അവന്റെ ബന്ധുക്കളിൽ നിന്ന് ഒരു മധ്യസ്ഥനെ നിയോഗിക്കുക, ഒരു മധ്യസ്ഥനെ അവളുടെ ബന്ധുക്കളിൽ നിന്നും. അവരിരുവരും അനുരഞ്ജനം ആഗ്രഹിച്ചാൽ അല്ലാഹു അവർക്കിടയിൽ യോജിപ്പിന്റെ മാർഗം തുറന്നുകൊടുക്കുന്നതാകുന്നു. നിശ്ചയം അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമായവനല്ലോ. അവരിരുവരും അനുരഞ്ജനം ഉദ്ദേശിച്ചെങ്കിൽ എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരും മധ്യസ്ഥന്മാരുമാണ്. കക്ഷികളും മധ്യസ്ഥന്മാരും മനസ്സാ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏതൊരു തർക്കവും രാജിയാവാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വല്ല അസ്വാരസ്യവുമുണ്ടായാൽ അന്യോന്യം വേർപാടിൽ കലാശിക്കുകയോ പ്രശ്നം കോടതിയിലെത്തുകയോ ചെയ്യുന്നതിന് മുമ്പായി വീട്ടിൽ വെച്ചുതന്നെ അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. അതാണിവിടെ നിർദ്ദേശിക്കുന്നത്. ഇരുവരുടെയും കുടുംബാംഗങ്ങളിൽ നിന്ന് ഓരോ മധ്യസ്ഥന്മാരെ നിശ്ചയിക്കുകയാണ് അതിനുള്ള പോംവഴി. അവർ കൂടിയിരുന്ന് വിയോജിപ്പിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് വഴക്ക് അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കണം. ആരാണ് ഈ മധ്യസ്ഥന്മാരെ തെരഞ്ഞെടുക്കേണ്ടത്? ഇതേപ്പറ്റി അല്ലാഹു ഒന്നും വ്യക്തമായി പ്രസ്താവിച്ചിട്ടില്ല. കാരണം ഭാര്യ ഭർത്താക്കന്മാർക്ക് തന്നെ തങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് ഒരു മധ്യസ്ഥനെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രായം ചെന്നവർ ഇടപെട്ട് മധ്യസ്ഥന്മാരെ നിശ്ചയിക്കാം. ഇനി പ്രശ്നം കോടതിയിലെത്തിയാൽ തന്നെ ആദ്യമായി കോടതി ചെയ്യേണ്ടത് കേസ് കുടുംബ മാധ്യസ്ഥത്തിന് വിടുകയാണ്. എന്നിട്ടും തർക്കം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ കോടതി നടപടികൾ എടുക്കേണ്ടതുള്ളൂ. മധ്യസ്ഥന്മാരുടെ അധികാരങ്ങൾ എന്ത്? ഈ വിഷയത്തിൽ കർമ്മശാസ്ത്രകാരന്മാർ തമ്മിൽ തർക്കമുണ്ട്. മധ്യസ്ഥന്മാർക്ക് തീരുമാനത്തിന് അധികാരമില്ലെന്നും എന്നാൽ വഴക്ക് അവസാനിപ്പിക്കാനായി തങ്ങൾക്ക് യുക്തമായി തോന്നുന്ന പോംവഴി ശിപാർശ ചെയ്യാമെന്നുമാണ് ഒരു പക്ഷം. ശിപാർശ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും ഭാര്യ ഭർത്താക്കന്മാരുടെ അധികാരമാണ്. പക്ഷേ ത്വലാഖിനോ ഖുൽഇനോ പ്രതിഫലത്തിന്മേൽ വിവാഹമോചനം ചെയ്യുന്ന മറ്റേതെങ്കിലും തീരുമാനത്തിനോ ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളുടെ പ്രതിനിധിയായി വല്ലവരെയും നിശ്ചയിക്കുന്നുവെന്ന് കരുതുക. എങ്കിൽ അവരുടെ തീരുമാനം ഇരുവരും സ്വീകരിക്കൽ നിർബന്ധമാണ്. ഹനഫികളുടെയും ഷാഫിഈകളുടെയും മദ്ഹബാണിത്. മറ്റൊരു പക്ഷം പറയുന്നത് യോജിപ്പിക്കാനുള്ള തീരുമാനത്തിന് മധ്യസ്ഥന്മാർക്ക് അധികാരമുണ്ടെന്നും വേർപെടുത്താനുള്ള തീരുമാനത്തിന് അധികാരമില്ലെന്നുമാണ്. ഹസൻ അൽ ബസ്രി, ഖത്താദ മുതലായ ഫുഖഹാഇന്റെ അഭിപ്രായമാണത്. ഇനിയും ഒരു പക്ഷം പറയുന്നു മധ്യസ്ഥന്മാർക്ക് ചേർക്കാനും പിരിക്കാനും പൂർണ്ണ അധികാരമുണ്ടെന്ന്. ഇബ്നു അബ്ബാസ്, സയ്യിദ് ബിൻ ജുബൈർ, ഇബ്രാഹിം മുന്നഹി, ഷഅബി, മുഹമ്മദ് ബിൻ സീരീൻ തുടങ്ങിയവരുടെ അഭിപ്രായമാണത്. ഹസ്രത്ത് ഉസ്മാന്റെയും ഹസ്രത്ത് അലിയുടെയും വിധികളുടെ ചില മാതൃകകളിൽ നിന്ന് മനസ്സിലാവുന്നത് അവർ മധ്യസ്ഥന്മാർക്ക് വിധി പ്രസ്താവിക്കാനുള്ള അധികാരം നൽകിയിരുന്നുവെന്നാണ്. അഖീലുബിനു അബീ ത്വാലിബും തന്റെ പത്നി ഉത്ബത്തുബിനു റബീയത്തിന്റെ മകൾ ഫാത്തിമയും തമ്മിലുണ്ടായ ഒരു കേസ് ഹസ്രത്ത് ഉസ്മാന്റെ കോടതിയിൽ എത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഇബ്നു അബ്ബാസിനെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും മുആവിയത്ത് ബിനു അബീ സുഫിയാനെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നും മധ്യസ്ഥന്മാരായി നിയമിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുവരെയും പിരിക്കലാണ് യുക്തമെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളുക. ഇതേപോലെ ഒരു കേസിൽ അലി റളിയല്ലാഹു അൻഹു മധ്യസ്ഥന്മാരെ നിശ്ചയിക്കുകയും അവർക്ക് യഥേഷ്ടം ചേർക്കാനും പിരിക്കാനും അധികാരം നൽകുകയുമുണ്ടായി. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. മധ്യസ്ഥന്മാർക്ക് സ്വന്തം നിലയ്ക്ക് കോടതിയുടെ അധികാരങ്ങളില്ല. എന്നാൽ കോടതി അവരെ നിശ്ചയിക്കുമ്പോൾ വല്ല അധികാരവും കൊടുത്താൽ അവരുടെ വിധി കോടതി വിധി എന്ന നിലയിൽ നടപ്പാക്കുന്നതാണ്. ولا تتمنوا ما فضل الله